ഹായ് ഫ്രണ്ട്സ്, വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മാങ്ങ സീസൺ ആകുമ്പോൾ നമ്മൾ വീടുകളിലൊക്കെ അരിഞ്ഞുണങ്ങിയ മാങ്ങയാണ്. ഇത് ഞാൻ കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുക. നല്ല നീളത്തിൽ അരിഞ്ഞുണങ്ങിയതാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ഇത് നമ്മൾ അച്ചാർ, അടമാങ്ങ അച്ചാറെന്ന് പറയും. അപ്പോൾ അതിന് ചേരേണ്ട സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, തേങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചട്ടി വെച്ചിട്ട് നമുക്കിത് അച്ചാറിടാനായിട്ട് മാറാം. ഇതാ ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചിറ്റിച്ച് കൊടുക്കാം. കടു വറക്കണ്ടേ, കടു ഉലുവയും കൂടെ വേണം നമുക്ക് അച്ചാറ് പൊട്ടിക്കാനായിട്ട്. അപ്പം വെളിച്ചെണ്ണയുടെ അത് വലിച്ചിട്ടില്ല, അടപ്പിൻ്റെ അതാ ഒത്തിരി വീരാത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ആ എണ്ണ ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതേ കടുക്, ഉലുവായി രണ്ടും ഞാൻ ഒരുപോലെ എടുത്തിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് രണ്ടും ഒരുപോലെ കയ്യിലെടുത്ത് നമുക്ക് രണ്ടും ഒന്നിച്ച് ഇട്ടു കൊടുക്കാം. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണത് പൊട്ടി വരുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനാദ്യമേ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഓണമൊക്കെ ആകുമ്പം എല്ലാവരും വീടുകളിൽ മാങ്ങയൊക്കെ ഇടും. അപ്പോൾ അടമാങ്ങയൊക്കെ കൂട്ടാൻ ഇഷ്ടമാണ്. കാരണം കുറേ നാൾ പച്ചമാങ്ങ കഴിച്ചതിന് ശേഷം കുറച്ച് ഉണക്കി വെച്ച് അച്ചാറിടാനൊക്കെ പറഞ്ഞാൽ നല്ലൊരിതാണ്, നല്ല ടേസ്റ്റാണ്. നല്ലോണം അടമാങ്ങ ഉണ്ടാക്കി വെക്കുന്ന വെളുത്തുള്ളിയിടാതെ അതിൽ ഞാൻ ഇട്ട് എന്നിട്ട് പച്ചമുളക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാതെ ഇഞ്ചിയൊക്കെ നല്ലോണം ഇളക്കി വന്നിട്ടുണ്ട്. മുളകിൻ്റെ അരി പൊട്ടുന്നുണ്ട്, വേറെ നമുക്ക് തീയിൽ കുറച്ച് വയ്ക്കാം. അതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് വെക്കാം. ഇളക്കാനെന്ന് പറഞ്ഞാൽ ഈ പാതി ഞാൻ ഈ ചട്ടിക്കകത്ത് ഇട്ടിട്ട് നല്ലോണമാണ് മിക്സായി ചൂടായി അത് പിടിച്ചപ്പോൾ പുള്ളിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഈ മസാല മുളക് പൊടിയൊക്കെ ചേർക്കത്തില്ലേ, അതൊക്കെ എടുത്ത് വെച്ചത് നമുക്കിനകത്ത് ചേർത്തത്. ഈ ലേശം കുറയ്ക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു. ഇതിനകത്ത് 2 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടാണ് കൊടുത്തിട്ടുള്ള എരിവിന് വേണ്ടി അനുസരിച്ച് മുളക് പൊടി ചേർക്കാം. മാങ്ങയുടെ അളവനുസരിച്ച് ഞാൻ ഇത് കുറച്ചും മാങ്ങ കുറച്ചും എടുത്തേക്കുന്നത് കൊണ്ട് കുറച്ച് എന്നാലും ആവശ്യത്തിന് ഇത് വേണമല്ലോ. അപ്പം അതിന് ഇതൊന്ന് ഇതാവും. എന്നാൽ നമുക്ക് അതിനകത്തൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഇതാണ് ഉപ്പൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടമാങ്ങ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാവരും ഉപ്പ് പുരട്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് ഉപ്പ് പുരട്ടിയാണ് വെയിലത്തേക്കും. ചിലർ വിനാഗിരി ചേർത്ത് ഉണക്കുന്നവരുണ്ട്, മുളക് ഇട്ട് ഉണക്കുന്നവരുണ്ട്, മുളക് പൊടി പുരട്ടി ഉണക്കുന്നവരുണ്ട്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഉപ്പ് മാങ്ങായും മാത്രമാണ് പുരട്ടി ഉണക്കിയത്. അപ്പോൾ ഉപ്പ് അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചായിരുന്നല്ലോ. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ സ്വർണ്ണത്തിൻ്റെ ഒപ്പം നിൽക്കുക വെളിച്ചെണ്ണയുടെ വില. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ്. എന്നാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല, കുഴപ്പമില്ല. നമുക്കൊന്ന് ഞാൻ അടമാങ്ങ അരിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞല്ലോ, കണ്ടോ? നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിടണം, അപ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. നമുക്ക് ഈ അടമാങ്ങ അങ്ങോട്ട് കുറച്ച് വാരിയിടാം. നല്ല രുചിയുള്ളൊരു അച്ചാറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കടകളിലൊക്കെ ഞാൻ ഊണ് നടത്തുന്ന സമയത്ത് ഞാനിതൊക്കെ അച്ചാറുണ്ടായിരുന്നു, അരിഞ്ഞ് ഉണക്കി വെച്ചിട്ട് ചിലപ്പോൾ വരുന്നവർ കഴിച്ചിട്ട് ചോദിക്കാറുമുണ്ട് എന്താ അച്ചാറാണ് അത്. കാരണം മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറൊക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഇതങ്ങോട്ട് കൊണ്ട് വിളമ്പുമ്പോൾ അവർ ചോദിക്കും എന്താ അച്ചാറാന്ന് ചോദിക്കാറുണ്ട്. അതാണ്ട് ഇതാ മസാല എല്ലാം മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടോ? നല്ല അടിപൊളി അച്ചാറായിട്ട് അത്. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേർക്കണം പറഞ്ഞാൽ വിനാഗിരി ഒഴിക്കണം, പിന്നെ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് മസാലയൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം, ഇച്ചിരി വെള്ളം ഒഴിച്ച്. ഇതാ ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ്, മാങ്ങയുടെ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അരക്കൊന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് കുറുകിക്കോളും കേട്ടോ. ഈ ഉണങ്ങിയ മാങ്ങയല്ലേ, അപ്പോൾ ഈ വെള്ളം ചെല്ലുമ്പോൾ അരപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരുപാട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കായമാണ്. കായ ഞാൻ ഇതിനകത്തിട്ട് ഇതിലോട്ട് അങ്ങ് ആക്കി വയ്ക്കുക. അതൊന്ന് കട്ടയായിട്ടാണ്, അപ്പോൾ അത് അരിത്ത് ചേർന്നോളൂ. അപ്പോൾ നമുക്ക് കായം കൂടെ ചേർക്കാം. കായ ഞാൻ ഇതിനകത്തിട്ട് ഒരു വലിയ കഷ്ണം കായാണ്. കായം കാണിച്ചു തരാം, കാരണം അത് കട്ടയായതുകൊണ്ടാണ്. ഇതിങ്ങനെ കിടന്ന് അലുത്ത് മാറിക്കോളും. ഇട്ടിട്ടുണ്ട് കായം കാണിച്ചായിരുന്നല്ലോ ഞാൻ. കായമെല്ലാം അതിനകത്ത് അറിയാനില്ല കായ ഇതിൽ നമ്മൾ അലുത്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തോ ചെയ്യുന്നതെന്നറിയാം. മാങ്ങ നല്ല കുതിർന്നത് കാരണം മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ടേസ്റ്റിന് വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഒഴിക്കുക, ഇല്ലാത്തവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം വിനാഗിരി ഒഴിക്കാനായി അത് പെട്ടെന്ന് അച്ചാറിടുന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. മാങ്ങ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അച്ചാറിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നേ, ആർക്കും ഇഷ്ടപ്പെടാതെയൊന്നുമില്ല. കൂട്ടുമ്പം നല്ല ഇതാണ്. മാങ്ങയൊക്കെ നല്ലോണം അലുത്ത് ഉടനെ കണ്ടോ. അത് അത്രയും കുതിർന്നിരുന്നത് കൊണ്ടും ഇതായതുകൊണ്ടാണ് കണ്ടോ, നല്ലോണം വെന്ത്. അപ്പം എല്ലാവരും ഇത് വീടുകളിൽ ചെയ്ത് നോക്കണം. മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ അരിഞ്ഞ് ഉണക്കിയൊക്കെ വയ്ക്കാമെങ്കിൽ നമുക്ക് മാങ്ങയുടെ രുചി നാവിൽ നിന്ന് വിട്ട് മാറാതെ കഴിക്കും. ഉണങ്ങി ഒരു ടേസ്റ്റ് വരും, അത്രയേ ഉള്ളൂ. എന്നാലും എന്തെല്ലാം സാധനങ്ങൾ ഇപ്പോൾ ഉണക്കി വരുന്നു. കോവയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, മുളക് വരെ ഉണക്കി. ചക്കയൊക്കെ ഉണക്കി കൊണ്ടുപോകാറില്ലേ, ഫ്രിഡ്ജിൽ വെച്ച് വെക്കാറില്ലേ. ഇപ്പം എല്ലാം റെഡിമെയ്ഡാണ്, ഒന്നുമില്ല നമ്മുടെ വീടുകളിൽ നിന്നവരെ എടുത്ത് കഴിക്കുന്നത്. കുറേ ആയിക്കഴിയുമ്പോൾ ഇതെല്ലാം വേറെ ലെവലിലോട്ട് മാറും. പറയാനായിട്ട് മാങ്ങയൊക്കെ ചക്കയൊക്കെ ഉണക്കി വയ്ക്കാമെങ്കിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ മീനുണക്കി സൂക്ഷിക്കുന്നില്ലേ. കാരണം നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോഴത്തേനും പിള്ളേർ ഉണങ്ങിയതുണ്ടോ എന്ന് ചോദിച്ച് നടക്കും, പച്ച കഴിക്കാതെ. അതുകൊണ്ട് എല്ലാവരും അച്ചാറൊക്കെ വയ്ക്കുക. ഉടക്കിയ മാങ്ങ, അതായത് മാങ്ങ ഒരു സീസൺ ആകുമ്പോൾ നമ്മൾ പറിച്ചുണക്കുന്ന മാങ്ങ, ഇപ്പം അത് ആ സീസണെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് അച്ചാറ് രൂപത്തിൽ വരട്ടി എടുത്തിടോ. നല്ല രുചിയുണ്ട്. അച്ചാറിൻ്റെ കളർ തന്നെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തുടഞ്ഞ് അച്ചാറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചേട്ടാ നമ്മൾ അച്ചാറിലാക്കിയിട്ടുണ്ട്, പക്ഷേ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര, ഒരു ശകലം ഇടാവുള്ളൂ, ഒത്തിരി ഇടരുത്. അത് ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആകും കേട്ടോ. അതുകൂടെ നമ്മൾ ചെയ്തിട്ടാണ് വിനാഗിരി നമ്മൾ ഒഴിച്ചത്.
ആയിട്ടുണ്ട്. നമുക്കിപ്പം ഇവിടെ നിൽക്കുന്ന ആടെ കുറച്ച് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി അച്ചാറല്ലേ? സൂപ്പറാണ് അച്ചാർ. വായിൽ അച്ചാർ കിടക്കുന്നുണ്ടാവും, എൻ്റെ അകത്ത് ചൂടോടെ വാരിയിടുവേ. അതാണ്